ഇപ്പോൾ നമ്മൾ കാപ്പിയില്ല എന്നൊരു സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാപ്പി മാറ്റിയിട്ടുണ്ട്, കാപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാപ്പിക്കൊപ്പം കാപ്പി കുടിക്കുന്ന ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സരിൻ ഡോക്ടർ വന്നിട്ടുണ്ട്. സരിൻ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. രാവിലെ കാപ്പി പിടിച്ചാട്ടെ. ഈ കൽപ്പാത്തിയിൽ വന്നേ കാണിക്കാറുണ്ടോ? പ്രേക്ഷകർക്ക് സാക്ഷ്യപ്പെടുത്തും. അതെ, ചില ആൾക്കാർ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ട്രോളി എന്ന് പറഞ്ഞു. ഈ സാധാരണ വാർത്താ അവതാരകർ ഉപയോഗിക്കാത്ത 3 സാധനങ്ങളുടെ പേര്: 1, അവരുടെ മുൻപിലിരിക്കുന്ന കമ്പ്യൂട്ടർ, അവർ ഉപയോഗിക്കത്തില്ല, ലാപ്ടോപ്പ്. 2, അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പേന, ജീവിതത്തിൽ അതുകൊണ്ട് ലൈവിൽ എഴുതൂല. 3-മത്തത് ഈ കപ്പ് കാപ്പിയുമായിട്ട് വരുന്ന നമ്മളെ പോലുള്ള പ്രഭാത വാർത്താ അവതാരകർ. അതിൽ പ്രധാനമായും നമ്മളെയാണ് ട്രോൾ ചെയ്ത് അവരെ കാപ്പി പിടിച്ച് ഇറങ്ങിക്കോളും എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കപ്പിൽ കാപ്പിയുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാം. സരിൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ മാത്രമല്ല, സരിന്റെ കപ്പിൽ. അപ്പൊ സരിൻ, കഴിഞ്ഞ തവണ ഇത്തവണ ഒക്കെ വരുമ്പോ എല്ലാ തിരക്കായിരുന്നു, നെഞ്ചു പിടിക്കുന്നു, തിരക്കിലും പിടിക്കുന്നു. പക്ഷെ ഇത്തവണ സമാധാനത്തോടു കൂടി ഒരു രഥം. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. നമുക്കൊന്ന് ഇവിടെ ഇരുന്നാലോ? അപ്പൊ നമ്മൾ നേരത്തെ BJP നേതാവിനെ കണ്ടു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കണ്ടു, അപ്പോൾ നമ്മൾ ഇപ്പോൾ സരിനെയും കണ്ടു. തദ്ദേശകാലമായതുകൊണ്ട് എല്ലാവരും പുറത്തു വരും. എങ്ങനെയുണ്ട് ആത്മവിശ്വാസം? അല്ലെങ്കിലും പുറത്തുള്ളവരാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ. ആത്മവിശ്വാസം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, ഒട്ടുമിക്ക വിഷയങ്ങളിലും പരിഹാരം കാണാൻ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ പുതിയൊരു മാതൃക. അതുകൊണ്ട് തന്നെയാണ് വികസന സദസ്സുകൾ നടത്താൻ എല്ലാ പഞ്ചായത്തുകൾക്കും പ്രത്യേക ഫണ്ട് അലോട്ട് ചെയ്തു നടത്തി അത് റെക്കോർഡിക്കലാക്കി ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെമോക്രസിയുടെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് എനിക്ക് തോന്നുന്നത്. അത് നടത്തണം എന്നുള്ളതാണ് നിർബന്ധം. ജനങ്ങൾക്ക് അവിടെ വന്ന് വിമർശനം ഉന്നയിക്കണമെങ്കിൽ ഉന്നയിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയതിനൊക്കെ വലിയ പ്രതികരണമാണുള്ളത്. ദേശത്തിൽ അത് പ്രതിഫലിക്കും, തീർച്ചയായിട്ടും. പലതും പ്രതിഫലിക്കും. അതാണ് പലതും ഇൻവെർട്ടഡ് കോമയാണ്. അപ്പോൾ നമ്മളൊരു വാർത്തയിലും കൂടെ പോയിട്ട് വരാം. നമ്മൾ ഈ ഒരുപാട് വാർത്തകൾ, പ്രത്യേകിച്ച് സരിൻ കേന്ദ്ര സർവീസിൽ ഉണ്ടായിരുന്ന ആളല്ലേ, ഈ ദില്ലിയിലെ സ്ഫോടനവും ബന്ധപ്പെട്ട് അതിന്റെ ഒരു അലയൊലികൾ ഇങ്ങനെ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ ഒരു